ഉദ്ഘാടന പ്രഭാഷണം നടത്തുന്നതിന് മുമ്പായി നമ്മളുടെ ബ്രാൻഡ് അംബാസഡർ ക്ഷുഭിത രാഷ്ട്രീയത്തിന് പകരം ആത്മസംയമനത്തിന്റെ തത്വശാസ്ത്രം സമാന താളമാക്കി മാറ്റി ജാതി മത വർഗ ഭേദമന്യേ ജനഹൃദയങ്ങളിൽ സ്നേഹത്തിന്റെ കനക കൊട്ടാരം തീർത്ത മെക്സവൻ എന്ന സലാഹുദ്ദീൻ മാജിക്കിന്റെ ബ്രാൻഡ് അംബാസഡർ Dr. Mr. Bawa Arakal, please speak something about Mec7, sir. Good evening. ഏറെ സ്നേഹാദരവുകൾ നിറഞ്ഞ Mec7-ന്റെ ഫൗണ്ടർ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സർ, ഇന്നത്തെ പരിപാടിയിലെ അധ്യക്ഷൻ ബഷീർ EK, ഡോക്ടർ രേഖ, നാസർ മാസ്റ്റർ, അതേപോലെ ബിന്ദു സന്തോഷ്, മൊയ്തീൻകുട്ടി മാസ്റ്റർ, എല്ലാവരുടെയും പേര് ഞാൻ പരാമർശിക്കുന്നില്ല, ഇനി ആരുടെയെങ്കിലും വിട്ടുപോയാലെന്ന്. എങ്കിലും നമ്മുടെ എല്ലാം പ്രിയങ്കരായ ജമാൽ പരവക്കലും ജിതേഷ് മക്കരപ്പറമ്പ്, ആ രണ്ട് മുത്ത് മാണിക്യങ്ങളാണ് ഈ സംഭവത്തെ ഇവിടെ പരിചയപ്പെടുത്തിയെന്ന് നിങ്ങൾക്കറിയാം. ഒരു നല്ല കയ്യടിയൊക്കെ കൊടുത്തോളും. അതോടൊപ്പം എന്നോട് ചേർന്ന് വന്ന പ്രിയപ്പെട്ട ചീഫ് കോർഡിനേറ്റർ KT മുസ്തഫ, ഡോക്ടർ AP ഖാദർ, നിങ്ങളുടെയൊക്കെ മനോഹരമായ മുഖം ലോകത്തിന് മുഴുവൻ പരിചയപ്പെടുത്തി കൊടുക്കുകയും ഈ സലാഹു മാജിക്കിൻ്റെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട കുഞ്ഞാപ്പു, നമ്മുടെ മീഡിയ കോർഡിനേറ്ററാണ്. അങ്ങനെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട Mec7-ന്റെ സഹോദരി സഹോദരങ്ങൾ, ജീവസ്വവും പർവസ്വവുമായ നിങ്ങളെല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ये जिंदगी है 4 दिन का, ये जिंदगी है 4 दिन का, मगर 4 दिन भी बहुत होता है यारो. ഫിറാഖ് ഗോരഖ്പൂരിയുടെ ഒരു കവിതയാണ്. ഈ ജീവിതം എന്ന് പറയുന്നത് വെറും 4 ദിവസത്തേതാണ്, പക്ഷേ 4 ദിവസവും വളരെ വലുതാണ് സഹോദര എന്നാണ്. നൈമിഷികമായ ജീവിതമാണെങ്കിലും അതെങ്ങനെ ജീവിക്കണം എന്നതിനെ പറ്റിയും ജീവിതത്തിൻ്റെ അർത്ഥാന്തരങ്ങളെ പറ്റിയുമാണ് ആ സൂഫി കവി നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കൊക്കെ തോന്നുന്നത് ജീവിതം ഒരു 50 കൊല്ലമോ 100 കൊല്ലമോ ഒക്കെ നീളമുള്ള വലിയ ദൈർഘ്യമുള്ള ഒരു സംഭവമാണ്. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് നമ്മളൊക്കെ വന്ന് വീണത്. എന്നാൽ ഇന്ന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വലിയ ഒരു ജനത നമുക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ തൻ്റെ അനുഭവ പരിചയങ്ങളിൽ നിന്ന്, ജീവിത പാഠങ്ങളിൽ നിന്ന് കൃത്യമായ ചിട്ടയമായ ഒരു ജീവിതശൈലി അവലംബിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ സൈന്യത്തിന് സേവനം ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ട ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാറ്, അദ്ദേഹം സൈന്യത്തിൽ അധികം പ്രൊമോഷൻ കിട്ടാഞ്ഞത് നന്നായി എന്നാണ് നമ്മളൊക്കെ ഇപ്പോൾ വിചാരിക്കുന്നത്. കാരണം റിട്ടയർമെൻറ്റ് കുറച്ച് നേരത്തെ ആയല്ലോ. അങ്ങനെ നാട്ടിൽ വന്നപ്പോൾ നാടിൻ്റെ അവസ്ഥ ആലോചിച്ചപ്പോൾ ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിച്ചിടത്ത് നിന്നാണ് കാരിരുമ്പിൻ്റെ കരുത്തുള്ള മനസ്സും കയ്യും മെയ്യും മറന്നുള്ള അധ്വാനവും അദ്ദേഹത്തെ ഏതാനും കൂട്ടുകാരോടൊപ്പം ചേർന്നുകൊണ്ട് ഒരുമിച്ച് നിന്ന് ഈ ഒരു സലാഹു മാജിക് എന്ന് നാം ഓമന പേരിട്ട് വിളിക്കുന്ന 21 വ്യായാമങ്ങൾ 21 മിനിറ്റിൽ ചെയ്തു തീർത്തുകൊണ്ട് ഏത് തിരക്കുള്ളവനും അവൻ്റെ ജീവിതശൈലിയുടെ ഭാഗമായി വ്യായാമത്തെ തിരഞ്ഞെടുക്കാമെന്നും അത് ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരമുള്ള രീതിയിൽ അവരുടെ ഇന്നവരനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ ജീവിതശൈലി രോഗങ്ങളെ നേരിടാൻ അത് പര്യാപ്തമാണ് എന്നും നമ്മളെ ബോധിപ്പിച്ചത്. നമുക്കറിയാവുന്നതുപോലെ ജമ്പിങ് ജാക്സ് തുടങ്ങി ക്ലാപ്പിങ്ങിൽ അവസാനിക്കുന്ന ഈ വ്യായാമം, അതിൽ എയറോബിക് ഉണ്ട്. ജമ്പിങ് ജാക്സും ടോ ജമ്പും എയറോബിക് ആണെങ്കിൽ സിമ്പിൾ എക്സസൈസ് ആയിട്ടുള്ള ആംഗിൾ റൊട്ടേഷനും നീ റൊട്ടേഷനും ഹിപ്പ് റൊട്ടേഷനും ഹെഡ് റൊട്ടേഷനും അടക്കം ഫിസിയോതെറാപ്പിയുടെ എല്ലാ ബെനിഫിറ്റുകളും നൽകുന്ന വ്യായാമം. അത് കഴിഞ്ഞിട്ട് ഡീപ് ബ്രീത്തിങ് ആൻഡ് സ്ട്രെച്ചിങ്, പ്രാണായാമയും അതേപോലെ തന്നെ സ്ട്രെച്ചിങ്, മസിലുകളെ ശക്തിപ്പെടുത്തുന്ന ഈ പ്രായത്തിലൊക്കെ നമുക്ക് കടുത്ത വ്യായാമങ്ങൾ ചെയ്തുകൊണ്ട് അതിൻ്റെ
സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ട് ശരീരത്തെ ഡീപ്പ് ബ്രീത്തിങ്ങിലൂടെ ഓക്സിജൻ നന്നായി ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന, അതോടൊപ്പം തന്നെ എല്ലാ ശ്വസന വ്യായാമത്തിൻ്റെ ബെനിഫിറ്റുകൾക്കൊപ്പം നിങ്ങളുടെ മസിലുകളെയും ശക്തിപ്പെടുത്തുന്ന ഡീപ്പ് ബ്രീത്തിങ് ആൻഡ് സ്ട്രെച്ചിങ്. അതിൽ തന്നെ താടാസനവും പാദാസ്ഥാസനവും യോഗയുടെ 2 ഭാഗങ്ങൾ. ഫിംഗർ ലോക്ക് ചെയ്ത് കൈ മേലോട്ട് ഉയർത്തുന്ന ഫിംഗർ ലോക്ക് അപ്വേർഡ്സ്, അതോടൊപ്പം തന്നെ ഫിംഗർ ലോക്ക് ബാക്ക് ചെയ്തിട്ട് മുന്നിലേക്ക് യു ഷേപ്പിൽ, പിന്നീട് നമ്മൾ ബെൻഡ് ചെയ്ത് വരുന്ന പാദാസ്ഥാസനം, യോഗാസനം അതിൽ ഉൾപ്പെടുത്തി, അക്യുപ്രഷറിനെ ഉൾപ്പെടുത്തി ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ശരീരത്തിന് ബെനിഫിറ്റ് ഉണ്ടാകാനും, പിന്നീട് വൈബ്രേഷനും, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും കൂടുതൽ നമ്മുടെ മൈൻഡിനെ ശക്തിപ്പെടുത്തുന്ന മെഡിറ്റേഷൻ. ആ മെഡിറ്റേഷനിലൂടെ നമുക്ക് ക്ഷമയുണ്ടാകാനും മനസ്സേകാഗ്രമാവാനും ഈ പ്രായത്തിൽ നമ്മെ ബാധിക്കുന്ന അൾഷിമേഴ്സ് പോലുള്ള ഓർമ്മക്കുറവ് പോലുള്ള അസുഖങ്ങൾ മാറാൻ ഒരുപാട് ബെനിഫിറ്റുകളുള്ള, അനാവശ്യമായി കോപിക്കുകയും മനസ്സ് പരിഭ്രാന്തമാകുകയും ചെയ്യുന്ന പ്രായം, റിട്ടയർമെൻറ്റിനൊക്കെ ശേഷം ടെൻഷൻ അനുഭവിക്കുന്നവർക്കൊക്കെ മൃതസഞ്ജീവനി പോലെ എവിടെയും എപ്പോഴും എങ്ങനെയും ചെയ്യാവുന്ന മെഡിറ്റേഷൻ. അതിനുശേഷം ഫേസ് മസാജ്, മുഖത്തിന് കാന്തി മാത്രമല്ല ചർമ്മങ്ങൾക്ക് കൊളോജൻ വർദ്ധിപ്പിക്കാനും ചർമ്മങ്ങളുടെ ശിശിരങ്ങളൊക്കെ മാറാനും മുഖത്തിന് കാന്തിയും ബ്ലഡ് സർക്കുലേഷനും, ഒപ്പം കണ്ണിന് മുകളിലും മൂക്കിന് സൈഡിലും കൊടുക്കുന്ന മെസ്സേജ് മൂലം കാഴ്ച ശക്തി വർദ്ധിപ്പിക്കാനും തലവേദന പോലുള്ളത് മാറാനും ഒക്കെയുള്ള ഇതിൻ്റെ ബെനിഫിറ്റുകളൊക്കെ പറയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. അത്രമാത്രം ഗുണഗണങ്ങൾ അടങ്ങിയ ഈ 7 ശാഖകളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഇതിന് മുമ്പും ഈ വ്യായാമങ്ങളൊക്കെ ഇവിടെ ഉണ്ടിരുന്നെങ്കിലും ഇങ്ങനെ ഇതിനെ സന്നിവേശിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുക എന്ന മഹാദൗത്യമാണ് അദ്ദേഹം ചെയ്ത ഒന്നാമത്തെ കാര്യം. 10 വർഷം അദ്ദേഹം ഇതങ്ങനെ തൻ്റെ നാട്ടുകാർക്കും കൂട്ടുകാർക്കും അറിയുന്നവർക്കും ആ സെൻറ്ററിൽ വന്ന് ചെയ്യുന്നവർക്കും വേണ്ടി സംരക്ഷിച്ചു നിർത്തി, മാറ്റങ്ങൾ വരുത്തേണ്ടടുത്ത് വരുത്തി, കൃത്യമായ പഠനങ്ങൾ നടത്തി. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും EMEA കോളേജിൽ ഒരുമിച്ച് പഠിച്ച, ഇന്ന് നമ്മോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ചീഫ് കോർഡിനേറ്റർ KT മുസ്തഫ ഈ കാര്യങ്ങൾ അറിയുന്നതും അത് നമ്മോട് പറയുന്നതും. അങ്ങനെ ഞങ്ങൾ ബന്ധപ്പെട്ടു, ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു യൂണിറ്റ് കൊണ്ടുവരണമെന്ന്. അങ്ങനെ യൂണിറ്റ് കൊണ്ടുവരാൻ സലാഹുദ്ദീൻ സാർ തയ്യാറായി. ഞാൻ പറഞ്ഞു നമുക്കെല്ലാവർക്കും യൂണിഫോം വേണം, അന്ന് യോഗ ക്ലബ്ബാണ്, യൂണിഫോം വേണം. അന്ന് സാറ് പറഞ്ഞു യൂണിഫോം ഇപ്പം വേണ്ട, ഈ ആവേശം എത്ര ദിവസം ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഞങ്ങൾ കുറച്ച് യൂണിഫോമൊക്കെ വരുത്തി. 200-നടുത്ത ആണുങ്ങളും 225ഓളം സ്ത്രീകളുമായി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെയും ഗവൺമെൻറ് സ്കൂളിലെയും ഗ്രൗണ്ടുകളിൽ 2 ഭാഗത്തായി 400 ചില്ലാനം ആളുകൾ അവിടെ ജോയിൻ ചെയ്തപ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടു കൂടി ഇത് എല്ലാ ഭാഗങ്ങളിലേക്കും പടർത്തണം, ജനങ്ങളിലേക്ക് ഇതിനെ പ്രചരിപ്പിക്കണം. ഇതിൻ്റെ ബെനിഫിറ്റുകളെ കുറിച്ച് ഞങ്ങളും മനസ്സിലാക്കാൻ തുടങ്ങി. ഓരോന്നിൻ്റെയും ബെനിഫിറ്റ് ഞങ്ങൾ സെർച്ച് ചെയ്തെടുത്തപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മുഹമ്മദ് ജംഷീൻ എന്ന പരപ്പനങ്ങാടി നഹാസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ. അദ്ദേഹം ഓരോ വ്യായാമത്തിൻ്റെയും കൃത്യമായ ശാസ്ത്രീയ വശങ്ങളും ബെനിഫിറ്റും പറഞ്ഞ കൂട്ടത്തിൽ, ഓരോന്നിൻ്റെയും ബെനിഫിറ്റ് പറഞ്ഞ കൂട്ടത്തിൽ കൃത്യതയോടുകൂടി 180 ദിവസമെങ്കിലും ചെയ്താൽ ഒരുവിധം നിങ്ങളുടെ ശരീരത്തിനുണ്ടാകുന്ന എല്ലാ ബലക്കുറവുകളും മാറി ശരീരത്തെ റീജുവനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റീജനറേറ്റീവായിട്ട് നിങ്ങളുടെ ശരീരത്തെ സ്വയം ആ രീതിയിലേക്ക് പരിവർത്തിപ്പിക്കാൻ സാധിക്കുമെന്ന ഈ മാജിക്കിനെ ലോകത്ത് മുഴുവൻ പടർത്താൻ അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടുകൂടി നമ്മളെല്ലാവരും ഒരുമിച്ച് കണ്ടവരും കേട്ടവരും ചേർന്നവരും ചേർത്തവരും അവനവൻ്റെ നാട്ടിലേക്ക് ഈ സംസ്കാരം എത്തണം എന്ന ദൃഢനിശ്ചയത്തിൻ്റെ പേരിലാണ് ഇതിങ്ങനെ വ്യാപിച്ചത്. ഇന്ന് മലപ്പുറം ജില്ലയുടെ പെരിന്തൽമണ്ണ അല്ലെങ്കിൽ ആ മേഖല സോൺ 3, സോൺ 4 മേഖലകൾ മാത്രമല്ല, പാലക്കാട്ടേക്കും തൃശ്ശൂരിലേക്കും അങ്ങ് എറണാകുളത്തേക്കും മുതൽ ഇതിൻ്റെ ജൈത്രയാത്ര ഏറ്റെടുത്തിട്ടുള്ള ജമാൽ പരവക്കരും ജിതേഷ് മക്കരപ്പറമ്പും അടക്കമുള്ള ഒരുപാട് പേര് ഇതിൻ്റെ ഭാഗമായി. ഡോക്ടർ ഇസ്മായിൽ മുജദ്ദിദിയുടെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കേരളത്തിലെ 4 ജില്ലകളിൽ ഇതിൻ്റെ പ്രചരണം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് യൂണിറ്റ് തുടങ്ങിയ മനുഷ്യനാണ് അദ്ദേഹം. മലപ്പുറത്തേക്ക് ട്രാൻസ്ഫർ കിട്ടി വന്ന ഒരു അധ്യാപകനായിരുന്നു. അങ്ങനെ ട്രാൻസ്ഫർ കിട്ടി ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി നടക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാം. രാവിലെ നടക്കാനിറങ്ങി
ഭാഗ്യവശാൽ, സാധാരണ പട്ടി ഓടിക്കുന്നത് നിർഭാഗ്യവശാലാണെങ്കിൽ ഡോക്ടറെ ഭാഗ്യവശാൽ ഒരു പട്ടി ഓടിച്ചു രക്ഷപ്പെടാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് ഓടിക്കയറിയപ്പോൾ ആ വീട്ടിലെ കാരണവര് ചോദിച്ചു, എന്താ പറ്റി മോനെ? പുറത്ത് പട്ടി ഓടിച്ചിട്ട് കയറി വന്നതാണ്. നിങ്ങൾ എന്താ ഒരു യൂണിഫോം ഇട്ടിട്ടുണ്ടല്ലോ, എന്താ നിങ്ങളെ കുപ്പായം? മോനെ ഇതറിയില്ല, ഇത് മെക്സവൻ, ഇത് യോഗയും എയറോബിക്കും സിമ്പിൾ എക്സസൈസും മെഡിറ്റേഷൻ 7 ഐറ്റമുള്ള സംഭവമാണ്. ഇത് 21 മിനിറ്റ് ചെയ്താൽ നല്ല ആരോഗ്യം ഉണ്ടാവും. ഞാനൊക്കെ 75 വയസ്സായിട്ട് നിൽക്കുന്ന കണ്ടില്ലേ. അദ്ദേഹം പോയി അതിൽ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തതെന്ന് മാത്രമല്ല, അദ്ദേഹം ആ വ്യായാമവുമായി തൻ്റെ നാട്ടിലേക്ക് പോയി. കടലൂരിൽ ബ്രാഞ്ച് ഓപ്പണിങ്ങിന് ഞങ്ങളെ വിളിച്ചു. അവിടുത്തെ ജനങ്ങൾ അത് ഏറ്റെടുത്തു. ആ പരിസരങ്ങളിലേക്കും, കൊയിലാണ്ടിയിലും പരിസരങ്ങളിലേക്കും, താമരശ്ശേരിയിലേക്കും, കൊടുവള്ളിയിലേക്കും അടക്കം കോഴിക്കോട് ജില്ലയിൽ, വയനാട് ജില്ലയിൽ, കണ്ണൂർ, കാസർഗോഡ് അതങ്ങനെ പടർന്ന് കയറി. ഒരുപാട് നല്ല നല്ല വ്യക്തിത്വങ്ങൾ അതിൻ്റെ ഭാഗമായി. അതിൽ ഡോക്ടർമാരുണ്ട്, സമൂഹത്തിലെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് സലാഹു മാജിക് എന്ന ഈ വിപ്ലവത്തെ നെഞ്ചേറ്റിയപ്പോൾ 3000-ലധികം യൂണിറ്റും ലക്ഷക്കണക്കിന് ആളുകളും ഇന്ന് ഓരോ പ്രഭാതത്തിലും ഉദയസൂര്യന്റെ രശ്മികളെ സാക്ഷി നിർത്തി വ്യായാമം ചെയ്യുകയാണ്. ഈ വ്യായാമം ചെയ്ത് പോകുമ്പോൾ ജിമ്മിൽ പോകുന്നവരും പല എക്സസൈസ് ചെയ്യുന്നവരും ഒക്കെയുണ്ട്. അതിന് സമയം ലഭിക്കുന്നവരും ലഭിക്കാത്തവരുമുണ്ട്. വ്യായാമം ചെയ്യുക, പോരുക എന്നതിനപ്പുറം ഒരു കുടുംബ സംഗമമോ സ്നേഹ സംഗമമോ പരസ്പരം സൗഹാർദ്ദം പങ്കുവെക്കുന്ന എന്തെങ്കിലും ഒന്നോ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കില്ല. ഒരുമയുടെയും നന്മയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും വാതിലുകൾ തുറന്നിട്ടുകൊണ്ട് ലോകത്ത് മനുഷ്യരെ ജാതി മത രാഷ്ട്രീയ സംഘടനാ ചിന്തകൾക്കതീതമായി എല്ലാ വിശ്വാസങ്ങളും എല്ലാ ആദർശങ്ങളും നിലനിർത്തിക്കൊണ്ടും നമുക്ക് പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും സാധ്യമാണ്. ഈ ലോകത്തെ ഞാൻ ആദ്യം പറഞ്ഞതുപോലത്തെ 4 ദൈവത്തെ ജീവിതമാണെങ്കിലും അത് നമ്മുടെ ലോകത്തിന്, നമ്മുടെ ഈ നാടിന് അടയാളപ്പെടുത്തലായി മാറാൻ സാധിക്കണം. അങ്ങനെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയവരാണ് പ്രിയപ്പെട്ട ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാർ. ഹിന്ദിയിൽ പറയുന്ന ജീവൻ മിൽന ഭാഗ്യ കി ബാത് ഹൈ, ജീവൻ മിൽന ഭാഗ്യ കി ബാത് ഹൈ, മൃത്യു ഹോന സമയ കി ബാത് ഹൈ, मृत्यु होना समय के बात है, मृत्यु का बाद में भी लोगों का जीवित में रहना करम की बात है എന്ന് പറയാറുണ്ട്. അതായത് ജീവൻ ലഭിക്കുക എന്നത് ഭാഗ്യമാണ്, മരണം എന്നത് നിശ്ചിതമാണ്, സമയത്ത് നടക്കും. എന്നാൽ മരണശേഷവും ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി നിലനിൽക്കുക എന്നത് തെളിയിക്കുന്നത് നിങ്ങളുടെ കർമ്മമാണ്. അങ്ങനെയുള്ള മഹത്തായ ഒരു കർമ്മമാണ് പ്രിയപ്പെട്ട ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാറ് ലോകത്തിന് സമ്മാനിച്ചതെന്ന് പറയാൻ നമുക്ക് അഭിമാനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ഭാഗമായി ഇവിടെ വരാൻ, നിങ്ങളെ കാണാൻ, ഈ സ്നേഹ സംഗമത്തിൽ, ഈ കുടുംബ സംഗമത്തിൽ, ഈ സൗഹാർദ്ദ വലയത്തിൽ കണ്ണിയായി ചേരാൻ നമുക്ക് സാധിച്ചത് എന്തുകൊണ്ടാണ്? ഒരുപാട് ദൂരെ നിന്ന് തിരക്കുള്ള ആളുകളെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇങ്ങനെ വരാനും കൂടാനും ചേരാനും സാധിച്ചത് ആ ഒരു സലാഹു മാജിക്കിന് എന്നൊന്നുകൊണ്ട് മാത്രമാണ്. ഇത് നമ്മുടെ ശരീരത്തെ സത്യത്തിൽ മെക്സവൻ സെൻറ്ററിലേക്ക് വരുന്നവർ വെറുതെ പറയുകയല്ല, 25-നും 30-നും പ്രായമുള്ളവർ മാത്രമാണ്. പലരും നമ്മളോട് ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് 40 വയസ്സിന് താഴെയുള്ളവരെ ഇതിലേക്ക് വിളിക്കാത്തതെന്ന്. ചില സ്ഥലങ്ങളിലൊക്കെ ആളുകൾ വരുന്നുണ്ട്, പക്ഷെ 40 വയസ്സ് സീനിയർ ആൾക്കാരല്ലേ. നമ്മൾ ഈ 25-30 വയസ്സുള്ളവരുടെ ഇടയിലേക്ക് എന്തിനാണ് ഇത്രയും വയസ്സന്മാരെ നമ്മൾ വിളിക്കുന്നത്? കുട്ടികൾക്കല്ലേ അസുഖം. ഇവിടെ വരുന്ന എത്ര ആളുകൾക്ക് പോസിറ്റീവായ ഫീഡ്ബാക്ക് അല്ലേ? നിങ്ങൾ ഓടുന്നത് പോലെ നമ്മളെ ഡോക്ടർ ഇസ്മായിൽ മുജദ്ദീനെ ഓടിച്ച പട്ടി എങ്ങാനും ഈ ചെറുപ്പക്കാരെയും നിങ്ങളെയും ഓടിച്ച പട്ടിക്ക് നമ്മളെ ഒരു പക്ഷേ കടിക്കാൻ കിട്ടൂല. കാരണം നമ്മൾ ഓടും, ഫിറ്റാണ്. ബയോളജിക്കലി നമ്മുടെ ശരീരത്തിന് എത്ര വയസ്സുണ്ടെങ്കിലും നമ്മൾ ഫിറ്റ്നസ്സിലേക്ക് റീജുവനേറ്റ് യുവർ മൈൻഡ് ആൻഡ് ബോഡി എന്ന് പറയുന്നത് പോലെ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ നമ്മൾ യുവത്വത്തിലേക്ക് തിരിച്ച് നടത്തിയിരിക്കുന്നു. അങ്ങനെ യുവത്വത്തിലേക്ക് നമ്മളെ തിരിച്ച് നടത്താനുള്ള മാജിക് അതാണ് ഇന്ന് ലോകം അംഗീകരിച്ചുകൊണ്ട് എല്ലാ ലോകത്തെയും ജനങ്ങൾക്ക് ഒരു ഉത്തമ മാതൃകയായി ആർക്കും ഏറ്റെടുക്കാവുന്ന, എവിടെയും എപ്പോഴും എങ്ങനെയും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നല്ല ഒരു സംഭവമായി ഇത് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നു. മനുഷ്യന്റെ മനസ്സ് കലുഷമാകുന്ന കാലത്ത് സ്നേഹത്തോടുകൂടി എൻ്റെ കൂട്ടുകാർ എവിടെ, അവൻ ഇന്നലെ വന്നവനാണല്ലോ, ഇന്ന് അവൻ എവിടെ എന്ന് അന്വേഷിക്കുന്ന ഒരു സൗഹാർദ്ദമുള്ള ഒരു കമ്മ്യൂണിറ്റി. നമുക്കറിയാം, ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭര തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 100-ലധികം മെമ്പർമാരും പല നഗരസഭകളും ഭരിക്കുന്ന നഗരപിതാക്കന്മാരായിട്ട്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ട് പല ലെവലുകളിലേക്ക്
ആളുകൾ ജയിച്ചു കയറി. അതിലെല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട്. മെക്സവന്റെ അംഗങ്ങളായി 100 ചില്ലാനം ആളുകൾ ഈ പദവിയിലൊക്കെ ഉണ്ടെന്ന് പറയാൻ നമുക്ക് അഭിമാനമുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളവിടെ രാഷ്ട്രീയം നോക്കിയില്ല. ഒരു ഗ്രൂപ്പിലും ഇന്നയാൾക്ക് വോട്ട് ചെയ്യണമെന്ന് നമ്മളൊരു മെസ്സേജ് കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കുമ്പോൾ മെക്സവന് പിന്നെ എന്ത് പ്രസക്തി? മെക്സവൻ നമുക്ക് എല്ലാത്തിനുമാണ്. തലമുറ കൈമാറി കെടാതെ സൂക്ഷിക്കുന്ന ഒരു വെളിച്ചം. സ്നേഹമുള്ള മനസ്സുമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഒരു ചെറിയ കവിതയും കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളെല്ലാം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ക്യാപ്റ്റൻ്റെ വാക്കുകൾക്കായി നമുക്ക് വഴിമാറേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, दुनिया में कुछ लोग ऐसा है कि खुद का परेशानी से ज्यादा दूसरा का खुशी देख के परेशान है. वो आदमी जिंदगी में कभी खुशी नहीं होगा, हमेशा दुखी होते रहेगा എന്ന് ഇന്ത്യ അറിയുന്നവർക്കറിയാം. ജീവിതത്തിൽ ചില ആളുകളുണ്ട്, അവന് സ്വന്തം വിഷമത്തെക്കാൾ സങ്കടം, സ്വന്തം സങ്കടത്തെക്കാൾ പ്രശ്നം മറ്റുള്ളവന്റെ സന്തോഷം കാണുന്നതാണ്. അത്തരം ആളുകൾ ജീവിതത്തിൽ ഒരിക്കലും വിജയം നേടുകയില്ല. അവനെന്നും ദുഃഖമുള്ളവനായി മാറിക്കൊണ്ടേയിരിക്കുമെന്ന് യമരാജൻ ഒരു ദിവസം ഒരാളുടെ വീട്ടിലെത്തി. അയാളെ ജീവൻ എടുക്കാൻ വേണ്ടി വന്നതാ. വന്ന ആകെ പെട്ടെന്ന് വീട്ടുകാരന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. യമരാജന് സന്തോഷമായി. നിനക്ക് ഞാനൊരു 5 നിമിഷം സമയം തരാം. നീ ഈ പുസ്തകത്തിൽ പെന്നും ഉണ്ട്, ഇതിൽ നിന്റെയൊക്കെ അടക്കം എന്താണ് ഭാവി എന്ന് എഴുതിയിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ അതൊന്ന് തിരുത്താം. അവൻ ബുക്കെടുത്ത് നോക്കി. ആദ്യത്തെ പേജിൽ കണ്ടു, തൻ്റെ അയൽവക്കത്ത് താമസിക്കുന്ന വാസു അടുത്ത് തന്നെ വലിയൊരു വണ്ടി വാങ്ങും. അവൻ പെണ്ണ് കൊണ്ടെഴുതി വേണ്ട. ഇപ്പുറത്തെഴുതി, തൊട്ടപ്പുറത്ത് താമസിക്കുന്ന നൂറുദ്ദീന് വലിയൊരു വീട് ഉടനെ ശരിയാവും, അവൻ വലിയൊരു വീട്ടിലേക്ക് താമസം മാറും. ഇവൻ എഴുതി വേണ്ട. പിന്നീട് എഴുതി, അപ്പുറത്ത് താമസിക്കുന്ന രാധയുടെ മകൻ അമേരിക്കൻ കമ്പനിയിൽ ജോലി കിട്ടാൻ പോകുന്നു. ഇവൻ എഴുതി വേണ്ട. 4ാമത്തെ പേജ് മറിച്ചപ്പോൾ ഇവന്റെ പേര് കണ്ടു. യമരാജൻ ആ പെണ്ണ് വാങ്ങി. മോനെ, നിനക്ക് തന്ന സമയം അവസാനിച്ചിരിക്കുന്നു, നമുക്ക് പോകാം. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയാണ്. മറ്റുള്ളവന്റെ പോരായ്മയും കുറ്റവും അവന്റെ തകർച്ചയും കാത്തുകാത്തിരുന്ന് നമ്മുടെ ആയുസിന്റെ ഏടുകൾ അങ്ങനെ നീങ്ങി പോകുമ്പോൾ നന്മ നിറഞ്ഞ അടയാളപ്പെടുത്തലുകളൊന്നും നമുക്ക് നടത്താൻ സാധ്യമാവാതെ പോകും. അവിടെ ഇങ്ങനെയുള്ള നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളുമായി ഇതിൻ്റെ മുന്നിൽ ഈ വല്ലപ്പുഴയിലാണെങ്കിൽ വല്ലപ്പുഴയിൽ ഏത് സ്ഥലത്താണെങ്കിലും അവിടെ ഒരു ആരോഗ്യ സംസ്കാരം, സ്നേഹ സൗഹാർദ്ദത്തിൻ്റെ ഒരു പൂന്തോട്ടമൊരുക്കാൻ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളാൽ സമ്പന്നമാകുമ്പോഴാണ് ഒരു പൂന്തോട്ടം ഭംഗിയുള്ളതാവുന്നെങ്കിൽ വിവിധ ജാതി മത സംഘടനാ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം മനുഷ്യരും ഇങ്ങനെ വലിപ്പ ചെറുപ്പമില്ലാതെ സമൂഹത്തിൻ്റെ ഒരു പകർപ്പായി ചേർന്ന് നിൽക്കുമ്പോഴാണ് മെക്സവൻ എന്നതൊരു പൂന്തോട്ടമായി മാറുന്നത്. അങ്ങനെ നല്ലൊരു പൂന്തോട്ടം തീർക്കാൻ, ഭാവി തലമുറയ്ക്ക് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിക്കുന്നതിന് മെക്സവൻ എന്നുകൂടി പറയുന്ന കാലത്ത് മെക്സവൻ വിഭാവനം ചെയ്യുന്ന സ്നേഹ സൗഹാർദ്ദവും ആരോഗ്യവും ഒരുമിച്ചുള്ള ഈ മഹൽ സന്ദേശം നിങ്ങളിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും ബാക്കിയുള്ളവരിലേക്കും ഏൽപ്പിക്കാൻ ഇത്തരം സംഗമങ്ങൾ വേദിയാവട്ടെ, ഇത്തരം സംഗമങ്ങൾ അതിനുപകരിക്കുന്നതാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗംഭീരമായ പരിപാടി, പ്രൗഢോജ്വലമായ പരിപാടി, നിങ്ങളുടെ മുഖത്തുള്ള ഈ തെളിച്ചം, സന്തോഷം, നമ്മളൊരു കല്യാണത്തിന് വന്നാൽ തിരിച്ചു പോകുന്ന ടെൻഷൻ ഉണ്ടാകും. എന്നാൽ ഇവിടെ വരുമ്പോൾ ഈ പരിപാടി ഒരു വേളയെങ്കിലും അവസാനിക്കാതെ പോയെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ചിന്തിച്ചുകൊണ്ട് എന്തോ ഒരു മായക്കാഴ്ചയിലെ പോലെ ഇരിക്കുന്ന സ്നേഹം നിറഞ്ഞ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്ത എല്ലാ കഠിനാധ്വാനത്തിനും നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചിട്ടുള്ള പ്രതിഫലം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് വല്ലപ്പുഴ ടീമിന് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്, ജയ് മെക്സവൻ.